ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നിഷാക്കാനെയും കൂട്ടി നമ്മളിതാന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോകാനുണ്ട് കേട്ടോ. പനിയായിട്ട് ഇന്നലെ രാത്രി എത്തിയതാണ് കേട്ടോ ആൾ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ആ സമയം നോക്കുമ്പോൾ നമ്മൾ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചതാ. എല്ലാവരും ഒന്ന് റെഡി ആയി നിൽക്കുന്നുണ്ട്. മിഷോപ്പി സ്കൂളിലേക്കാണ് കേട്ടോ. വല്യമ്മച്ചി പതിവ് പോലെ തന്നെ രാവിലത്തെ ഡ്യൂട്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഹൈസൻ്റെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളാണ് കേട്ടോ വല്യമ്മച്ചി ഇന്ന് അലക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നേരെ ഇനി ഒന്നും നോക്കാനില്ല, നേരെ ഒളയമ്മലേക്കാണ് പോകുന്നത്. അവരെ വീക്കാറിൽ ഇറക്കിയിട്ട് വേണം. ഞാനിതാ ഇന്നിതാ ഒരു സ്ഥലം വരെ പോവാണ്. എവിടെയാണ് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ദോളയമിലെത്തിയപ്പോൾ അതാ ലെജൻഡ് ബസ്സാട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ വെച്ച് വേഗം കൂടെ കയറിയിരിക്കാം. ഇനിയിപ്പോൾ പാട്ടൊക്കെ വെക്കും. പൊതുവേ ചിക്കിലോട് ബസ്സിൽ എല്ലാ ബസ്സിലും എപ്പോഴും പാട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാമല്ലോ. ഇനി ഒന്ന് നടക്കാതെ ഇറങ്ങണം. അവിടുന്ന് ഇറങ്ങിയിട്ട് വേണം നമ്മളിതാ വെള്ളിമാടുകുന്ന് ബസ് കയറി ഒന്ന് സിവിലിൽ പോയി ഇറങ്ങാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് നമ്മളിപ്പോൾ ആരും സിവിലിലേക്ക് പോകില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നേരെ ഞാൻ പോയിട്ട് നേരെ നടക്കാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് ഇപ്പോൾ JDT പഠിച്ചതിനോട് പിന്നെ ബസ്സുകളുടെ കാര്യത്തിലൊക്കെ നല്ല തിട്ടം തന്നെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ സിവിലിലേക്ക് പോകുന്ന വഴി നമ്മൾ വെളിമാടുകുന്നേക്ക് പോകുന്ന വഴിക്കാണല്ലോ സിവിൽ. അതുകൊണ്ട് എപ്പോൾ കണ്ടാലും നമുക്ക് ആ ഒരു ഓർമ്മയുണ്ട്. അങ്ങനെ അതാ ഏകദേശം അവിടെ എത്തി സിവിൽ സ്റ്റേഷൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ട് നേരെ ഇനി പോകുന്നത് RDOനെ ഓഫീസിലേക്കാണ് കേട്ടോ. RDOൻ്റെ ഓഫീസിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഒന്ന് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ മാമനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ കാവിനോടാണ് ചോദിച്ചത് എവിടെയാണ് ആ സ്ഥലം. കാരണം അറിയുന്നില്ല. ഇവിടെ കറങ്ങി വന്നാലും പിന്നെ എത്തിയോടെ തന്നെ എത്തുകയാണ്. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയ ശേഷം കേട്ടോ ഒറിജിനലായിട്ടുള്ള സ്ഥലത്തെത്തിയത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അത് നമ്മുടെ കലക്ടർ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് പിന്നെ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം. അങ്ങനെ ഞാൻ 10-12 പ്രാവശ്യം കറങ്ങി തിരിഞ്ഞ് പിന്നെ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ വിഷയം എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഇനി നമ്മൾ ടൗണിലേക്ക് പോയിട്ട് വേണം ഇനി ചിക്കിലോട്ടേക്ക് തന്നെ ബസ് കയറി പോകാൻ വേണ്ടി. അതിനു മുന്നേ നമ്മൾ ഒരാളെ കാണാനുണ്ട് കേട്ടോ. ആൾ എന്നെ വെയിറ്റ് ചെയ്തത് ടൗണിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ പോയി നോക്കിയതാണ്. എത്തിയത് ഇയാളെടുത്താണ് കേട്ടോ. മോക്കൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ബോക്സ് മേടിച്ചെന്ന് പറഞ്ഞാൽ അതും മേടിച്ച് അവിടെ വന്നിരിക്കുകയാണ് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും എന്നെ വെയിറ്റ് ചെയ്ത് ഇത്രയും സമയം ഇരുന്നല്ലേ, വരൂ നമുക്കൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മച്ചിനെയും കൂട്ടി നേരെ ഒരു കഫേയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് എന്ത് ജ്യൂസാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ എന്തായാലും അമ്മച്ചി എളിമയോട് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഷാർജ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. മാംഗോ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഷാർജ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ഷാർജ് ഒരു പപ്സ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു പപ്സ് എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ എന്താക്കി ഏതായാലും ഒന്നും മേടിച്ചല്ലേ നമുക്ക് ഷെയർ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാട്ടോ മോക്ക് ഐസക്കും വിഷുപ്പിക്കും ഒരുപോലത്തെ ഒരു ഡ്രസ്സ് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ ആയാലും അങ്ങനെ നമ്മളിത് സിറ്റി സ്റ്റൈലിൽ ഒന്ന് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. ഈ കോട്ടൻ്റെ കളക്ഷൻ ഒരുപാട് ഫ്രോക്കൊക്കെ അവിടെ എനിക്ക് ആ ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ അവിടെ കയറുമ്പോൾ തന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സെയിം ആയിട്ട്, അതായത് മോക്ക് രണ്ടാക്കും വിഷുപ്പിക്കും ഹൈസാപ്പൂനും കിട്ടുന്ന സെയിം ആയിട്ടുള്ള ഫ്രോക്ക് 2 സൈസിൽ കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ട്. കാരണം നമുക്ക് ആ ഒരു സൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഹൈസക്ക് ഉള്ളത് മിഷുപ്പിക്കുണ്ടാവില്ല. അങ്ങനെ ഞാൻ 2-3 എണ്ണം എന്നല്ല ഒരുപാട് ഫ്രോക്ക് അവരിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം ഹൈസക്ക് മേടിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അത്ര റേറ്റാണ്, അതിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ. ഒരു 300 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഓവർ റേറ്റ് ഒന്നുമില്ല. കോട്ടൺ ഫ്രോക്കല്ലേ. അപ്പോൾ പിന്നെ എപ്പോഴും ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ അതങ്ങനെ നോക്കി നോക്കുമ്പോൾ ഹൈസക്ക് പറ്റുന്ന മിഷുപ്പിക്ക് പറ്റുന്ന ഹൈസക്കില്ല. അങ്ങനെ ഞാനിങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ കുറച്ച് സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി കുട്ടീസിനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഇറങ്ങുന്നത്. നേരത്തെ സ്റ്റാൻഡിലേക്ക് ഓട്ടോ കയറി പോയിട്ടുണ്ടായിരുന്നു. ചിക്കിലോട് ബസ് കയറാൻ അവിടെ നിന്നാണല്ലോ. അങ്ങനെ പോയി നോക്കുമ്പോഴാണ് അത് അന്ന് കത്തിയ ആ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ മുഴുവനായിട്ട് കണ്ടത്. ഇത്രയൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തി നോക്കുമ്പോഴോ നമ്മുടെ ചിക്കിലോട്ടേക്കുള്ള ബസ് ഇതുവരെ എത്തിയിട്ടുണ്ടായില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞതാ ഇപ്പം വരും കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഒന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ. ഞാൻ അവിടെ വീഡിയോ എടുത്ത സമയത്ത് ഇത് കുറേ ആയല്ലോ കത്തിയിട്ട് ഇപ്പോഴാണോ വീഡിയോ എടുക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ആയെങ്കിലും ഞാനിപ്പോഴാണ് ചേട്ടാ സ്റ്റാൻഡിൽ എത്തുന്നതെന്നൊരു കാര്യം അവരോട് പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ബസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ നോക്കി നിൽക്കാം. ഇപ്പോൾ ഏകദേശം ഏതോ തമ്പുരാൻ ബസ് സെറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിനെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വരൂലേ എന്ന് വെച്ചപ്പോൾ അപ്പം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ചീക്കിലോട് ബസ് വന്നിട്ടുണ്ട്. ഇനിയൊന്നും നോക്കാനില്ല, കാരണം നമ്മളധികം ഈ ബസ്സിൽ കയറാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയൊന്നും നോക്കാനില്ല, വേഗം അങ്ങ് ചാടി കയറാനാണ്. അങ്ങനെ നേരെ ചാടിക്കയറി ബസ് നമ്മൾ മിഠായി തെരുവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇത്രയും വെള്ളമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി നേരെ അങ്ങേക്ക് പോകണം, ഫുഡ് കഴിക്കണം, നേരെ ഓഫീസിലേക്ക്.